കോൺഗ്രസ് ഒന്ന് ചുമ്മാ ഇരുന്നാൽ മതി, ഞങ്ങൾ ജയിപ്പിച്ചു തരാം എന്നുള്ള ഒരു മനസ്സിലാണ് ഇപ്പോൾ ജനങ്ങളുള്ളത്. പക്ഷേ കോൺഗ്രസ് അവസാന നിമിഷം അവസാന പടിക്കൽ കൊണ്ട് കലമുടയ്ക്കുന്ന ഒരു പ്രകൃതം അവർക്ക് എപ്പോഴും ഉണ്ട്. ആ ഒരു രീതി ഇവിടെയും പയറ്റുമോ എന്ന ഭയമാണുള്ളത്. കേരളത്തിൽ ഇനി ആര് മത്സരിക്കരുത് അല്ലെങ്കിൽ വിജയിക്കരുത്, ഇനി ആര് ഭരിക്കരുത് എന്നുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെ തന്നെ ജനം മടുത്തു, ഞങ്ങൾ മടുത്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് നിലവിൽ എല്ലാവരും ഉള്ളത്. പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയിക്കാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്ന് പലരും പറയുന്ന ഘട്ടവും നിലവിലുണ്ട്. എന്നാൽ കോൺഗ്രസിനോട് എല്ലാവരും പറയുന്നത് ഒന്നേ ഉള്ളൂ, ജയിക്കും, നിങ്ങൾ എന്തായാലും ജയിക്കും, പക്ഷേ നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുക, അവസാന നിമിഷം ഈ തമ്മിലടിയും തമ്മിത്തല്ലും മാറ്റി നിർത്തുക, യുവതലമുറയും നിർത്തുക, ശ്രീനാദേവി കുഞ്ഞമ്മ അടക്കമുള്ള ശക്തയായ വനിതാ കാൻഡിഡേറ്റ്സുകളെ നിർത്തുക, മാത്രവുമല്ല കെ സുധാകരനെ പോലെയുള്ളവരെ തഴം താഴ്ത്താതിരിക്കുക, ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ മത്സരിക്കട്ടെ, വിജയം ഉറപ്പല്ലേ എന്ന ചോദ്യവും ഉണ്ട്. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നാണ് കെ സുധാകരൻ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് മത്സരിക്കുമോ എന്ന ചോദ്യവുമുണ്ട്. നിലവിലേതായാലും രാഹുലിനെ മത്സരിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. രാഹുലിനെ മത്സരിപ്പിച്ചാൽ വി ഡി സതീശന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരിക്കും സംഭവിക്കാൻ പോവുക. ആ പ്രസ്റ്റീജിന് സംഭവിക്കുന്ന ഒരു തകർച്ച തന്നെയായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിച്ചാൽ. അപ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായി മത്സരിക്കുമോ? ഇത് മുൻകൂട്ടി കണ്ട CPM അവിടെ സ്വതന്ത്രനെ തന്നെ ഇറക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സരിന് ഏതായാലും സീറ്റില്ല. സ്ഥാനാർത്ഥിത്വത്തിൽ കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാൻ ഇന്ന് വി ഡി സതീശനും ഒപ്പം അതുപോലെ തന്നെ കെ സുധാകരനും തയ്യാറാവുകയാണ്. കെ സുധാകരൻ ഡൽഹിയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയും ഉണ്ടാകുന്നു. കെ സുധാകരൻ നിന്ന് കഴിഞ്ഞാൽ ശക്തനായ ഒരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് കെ സുധാകരൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും വരച്ച വരയിൽ ഒരുപക്ഷെ നിർത്തിയിരുന്ന ഒരു വ്യക്തി തന്നെയാണ് സുധാകരൻ. കണ്ണൂർ കോട്ടയെ ഇടിച്ചു നിരത്താനുള്ള ആ JCBയുടെ ഡ്രൈവറായി കെ സുധാകരൻ നിൽക്കുമ്പോൾ സുധാകരനെ അല്ലാതെ പിന്നെ ആരെയാണ് വിജയിപ്പിക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടി വരുന്നു. എന്നാൽ കടൽക്കിഴവന്മാരെയൊക്കെ മാറ്റി നിർത്തി ജയിച്ചവർക്ക് തന്നെ വീണ്ടും ജയിക്കണമെന്നുള്ള അമിത ആക്രാന്തമൊക്കെ മാറ്റി നിർത്തി യുവതലമുറകളെ നിർത്തുക. ശ്രീനാദേവി കുഞ്ഞമ്മ അടക്കമുള്ള ശക്തയായ വനിതാ നേതാക്കൾ നിങ്ങൾക്കിപ്പോൾ ഉണ്ട്. എടുത്തു പറയാം, ശക്തയായ വനിതാ നേതാവിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ വെല്ലാൻ കോൺഗ്രസിൽ ഇപ്പോൾ വേറെ ആരും തന്നെയില്ല. അതുകൊണ്ട് ഈ അവസരം ഉപയോഗിക്കുക. കിട്ടിയ അവസരം ഉപയോഗിക്കാതെ കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ മുകളിലോട്ട് നോക്കി ആകാശത്ത് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പുറത്തെ BJP അതിശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയസാധ്യത ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് BJP. നേമത്ത് മാത്രമല്ല, ശോഭാ സുരേന്ദ്രന്റെ സീറ്റിലും മറ്റ് പല സീറ്റിലും മുരളീധരന്റെ സീറ്റിലും ഒക്കെ തന്നെ അവർ പറയുന്നത് മറ്റൊന്നുമല്ല, ശ്രീലേഖ IPS അടക്കമുള്ളവർ വിജയിക്കും എന്ന് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം. കെ സുധാകരനിലേക്ക് തന്നെ വരികയാണെങ്കിൽ, സന്തത സഹചാരിയായിരുന്ന കാപ്പാടൻ രമേശന്റെ വീടിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിനിടെ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ വിങ്ങിപ്പൊട്ടുന്ന കാഴ്ചയാണ് കണ്ടത്. തന്റെ സംരക്ഷകനായിരുന്നു കാപ്പാടൻ രമേശൻ എന്ന വാക്കുകളിലേറെ സുധാകരൻ ഓർമ്മിപ്പിക്കുകയായിരുന്നു. CPMന്റെ ആക്രമണത്തിൽ നിന്ന് തന്നെ പലതവണ രക്ഷപ്പെടുത്തിയെന്നും സുധാകരൻ പറയുന്നു. 2020 രമേശൻ മരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കണമെന്ന ആഗ്രഹത്തിലാണ് കെ സുധാകരൻ. എന്നാൽ MPമാർ ആരും മത്സരിക്കേണ്ടെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. അതേസമയം സുധാകരൻ പറയുന്നയാളെ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാക്കി ഒരു പ്രശ്നപരിഹാര ഫോർമുലയ്ക്കും ശ്രമം നടക്കുന്നുണ്ട്. സുധാകരൻ മത്സരിച്ചാൽ മറ്റ് MPമാർ കൂടി മത്സരത്തിൽ ഇറങ്ങുമെന്നാണ് കേരള നേതൃത്വത്തിന്റെ വാദം. മാത്രമല്ല, സുധാകരൻ ജയിച്ചാൽ കണ്ണൂരിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്. കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിന്റെ തീരുമാനങ്ങളെല്ലാം സുധാകരന്റെ അനുമതിയോടുകൂടിയാണ് നടക്കാറുള്ളത്. അതിനാൽ സുധാകരനെ ധിക്കരിച്ച് പ്രവർത്തിക്കാൻ കണ്ണൂരിലെ നേതാക്കന്മാർക്ക് സാധിക്കാത്ത സാഹചര്യവുമുണ്ട്. തിങ്കളാഴ്ചയാണ് സുധാകരനുമായി കൂടിക്കാഴ്ച നടത്താമെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചിരുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച പുരോഗമിക്കുന്നതിനിടയിൽ സുധാകരൻ അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. തുടർന്ന് ഫേസ്ബുക്കിൽ വൈകാരികമായി കുറിപ്പിടുകയും ചെയ്തു. പിന്നാലെ ജില്ലയിലെ നേതാക്കൾ സുധാകരന്റെ വീട്ടിലെത്തി. മത്സരിക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നും വ്യക്തമാക്കിയ ശേഷം കെ സുധാകരൻ ഹൈക്കമാൻഡുമായുള്ള ചർച്ചയ്ക്കായി ഡൽഹിയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം അന്വയ നീക്കങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് സുധാകരനോട് ചൊവ്വാഴ്ച തന്നെ ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകിയത്. നേരത്തെ ഇന്ന് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു നിർദ്ദേശിച്ചത്. എന്നാൽ പോകേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു സുധാകരൻ. എന്തെങ്കിലും തരത്തിലുള്ള ഉറപ്പ് ഹൈക്കമാൻഡിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ ഡൽഹിയിലേക്കുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. നേതൃത്വം വീണ്ടും നിർദ്ദേശിച്ചതിനാൽ ചൊവ്വാഴ്ച ഡൽഹിയിലേക്ക് പോകാനാണ് സുധാകരന്റെ തീരുമാനം.
സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യം പാർട്ടി തീരുമാനിക്കുമെന്നുമായിരുന്നു ഡൽഹിയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഞായറാഴ്ച നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ മാധ്യമങ്ങളോടുള്ള സുധാകരന്റെ പ്രതികരണം. നിലപാടിൽ അയഞ്ഞില്ലെങ്കിലും നേതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് സുധാകരൻ പരസ്യ പ്രതികരണത്തിൽ മുതിർന്നില്ല. സുധാകരന് താല്പര്യമുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കി അന്വയിപ്പിക്കാൻ എന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. ഗ്രൂപ്പിന്റെ പേരിൽ വീതം വെക്കുന്ന കാലം കഴിഞ്ഞു. വി ഡി സതീശൻ ഗ്രൂപ്പിന്റെ പേരിൽ സീറ്റ് വീതം വെക്കുന്ന കാലം കോൺഗ്രസിൽ അസ്തമിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഒരിടത്തും അങ്ങനെ ഉണ്ടായിട്ടില്ല. വിജയസാധ്യത പരിഗണിച്ചാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത്. 24 മണിക്കൂറിനകം കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഖജനാവിൽ നിന്ന് സാധാരണക്കാരുടെ പണമെടുപ്പ് സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുകയാണ് ഉള്ളത്. സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് KCയും പറയുന്നത്. സ്ഥാനാർത്ഥി പട്ടിക 1-2 ദിവസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നും AICC ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഈ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ തന്നെ തീർച്ചയായിട്ടും ഇത് പ്രഖ്യാപിക്കുമെന്നും പറയുന്നു. ഏപ്രിൽ ആദ്യവാരം വിശുദ്ധ വാരമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അസൗകര്യമുള്ളത്. 13-14 ദിവസമാണ് പ്രചാരണത്തിനുള്ളത് എന്നും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ഇന്നേക്ക് 26-ാം ദിവസം കേരളത്തിലെ ഇടതു ദുർഭരണം അവസാനിപ്പിക്കാനുള്ള അന്തിമ തീരുമാനം ബാലറ്റ് പെട്ടിയിലൂടെ പുറത്തു വരുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ CPIയും CPMും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതോടെ കാര്യങ്ങൾ വേഗത്തിലാക്കാൻ കോൺഗ്രസും സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. നാളെ കോൺഗ്രസ് ആദ്യ സ്ഥാനാർത്ഥി പട്ടിക നാളെ പ്രഖ്യാപിക്കും. 32 സ്ഥാനാർത്ഥികളെയാണ് നാളെ പ്രഖ്യാപിക്കുക. രണ്ടാം പട്ടിക ബുധനാഴ്ച പ്രഖ്യാപിക്കാനാണ് നീക്കം. തർക്കങ്ങൾ തീർത്തു വേണം കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ. 26 ദിവസത്തിനുള്ളിൽ കേരളത്തിലെ ദുർഭരണം അവസാനിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു.